അസ്സലാമു അലൈക്കും. H3 ഹെസ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസങ്ങൾ ആഴ്ചകളായി കടന്നുപോയി. ഇപ്പോഴും രണ്ടാളും രണ്ട് റൂമിലാണ്. ഷിനു അവളോട് ഒന്നും സംസാരിക്കില്ല. ഉമ്മയും ഉപ്പയും ആകെ സങ്കടത്തിലായി. നാളെ ഷിനു ഗൾഫിലേക്ക് തിരിച്ചു പോകുകയാണ്. വൈകുന്നേരമായപ്പോൾ മിസ്ബയുടെ ഉമ്മയും ഉപ്പച്ചിയും വന്നു. കാക്കു രാവിലെ വരാമെന്ന് പറഞ്ഞു. അവർ വന്നതോടെ അവൾക്ക് എന്തോ പേടിയൊക്കെ തോന്നി. അവരിവിടെയുള്ളപ്പോൾ ഞാൻ എങ്ങനെ മറ്റൊരു റൂമിൽ കിടക്കുക? ആലോചിച്ചിട്ട് ഉമ്മക്ക് ഒരു എത്തും പിടുത്തവും കിട്ടണില്ല. രാത്രിയായപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചു സംസാരിച്ചിരുന്നു. ഉമ്മൾ പതിയെ ഷിനുക്കാട് ഉമ്മാനെ വിളിച്ചു. എന്താ മോളെ? ഉമ്മ, ഉമ്മയും ഉപ്പിച്ചിയും ഉള്ളതല്ലേ, ഞാൻ എങ്ങനെ മറ്റൊരു റൂമിൽ കിടക്കുക? മോള് പേടിക്കേണ്ട, നമുക്ക് എന്തേലും വഴി ഉണ്ടാക്കാം. ആ ഉമ്മ, സമയം കുറേ ആയി, എല്ലാവരും പോയി കിടന്നു. ഉറങ്ങിക്കോ. ഷിനുവിൻ്റെ ഉപ്പ അത് പറഞ്ഞപ്പോൾ അവളുടെ ഉപ്പച്ചിയും പറഞ്ഞു, ശരിയാ മോന് നാളെ പോകേണ്ടതല്ലേ, പോയി കിടന്നോ മക്കളെ. ഉപ്പച്ചി അത് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുമായിരുന്നു. പെട്ടെന്നാണ് നമ്മളെ ഷോൾഡറിലൂടെ ഷിനുക്ക കൈയിട്ടത്. നമ്മൾ അത് കണ്ടതും ഷിനുക്കാനെ നോക്കി. എന്നെപ്പോലെ തന്നെ കിളി പോയി നിൽക്കുവാണ് ഉപ്പയും ഉമ്മയും. മതി സംസാരിച്ചത്, നമുക്ക് കിടക്കാം. അതും പറഞ്ഞ് എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞ് നമ്മളെ ചേർത്ത് നിർത്തി റൂമിലേക്ക് പോയി. ഉപ്പ പോയി കിടക്കാൻ പറഞ്ഞപ്പോൾ ഓളുടെ ഉമ്മയും ഉപ്പച്ചിയും ഉള്ളത് കൊണ്ട് നമ്മൾ ഓളുടെ ഷോൾഡറിൽ കൈയിട്ടുകൊണ്ട് ഓളെയും കൂട്ടി ബെഡ്റൂമിലേക്ക് നടന്നു. പെണ്ണ് ഈ ലോകത്തൊന്നും അല്ല. കല്യാണം കഴിഞ്ഞ് 1 മാസമായിട്ട് ഓൾ ഈ റൂമിൽ ആദ്യമായി കിടക്കാൻ വരുവാണ്. റൂമിലെത്തിയത് ഓളുടെ ഷോൾഡറിൽ നിന്ന് കൈയെടുത്തു. ഓള് ഷെൽഫിൽ നിന്ന് ഒരു ബെഡ്ഷീറ്റും പില്ലോയും എടുത്ത് താഴെ കിടന്നു. നമ്മൾ പോയി ബെഡിൽ കിടന്നു. എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി ഉറക്കം വന്നില്ല. നേരം വെളുത്തു. എണീറ്റ് നോക്കുമ്പോൾ ഓളില്ല. എപ്പോഴോ എണീറ്റ് പോയിട്ടുണ്ട്. നമ്മൾ എണീറ്റ് ഫ്രഷായി നിസ്കരിച്ച് പുറത്തേക്ക് വന്നു. എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. നമ്മളും അവരോടൊപ്പം ഇരുന്നു. മോളെ, മോൻക്ക് ചായ കൊണ്ടു കൊടുക്ക് എന്ന് ഓളുടെ ഉമ്മ വിളിച്ചു പറയുന്നുണ്ട്. ഓള് അപ്പോൾ തന്നെ ചായയുമായി വന്നു ഉമ്മക്ക് നേരെ ചായ നീട്ടി. ഈ കുടിച്ചാ? ഇല്ല. അതെന്താ? ഒന്നുമില്ല, ഷിനുക്ക കുടിക്ക്. അതും പറഞ്ഞ് ഓള് കിച്ചണിലേക്ക് പോയി. നാസ്ത കഴിച്ച് ഒരു 11 മണിക്ക് ഉമ്മക്ക് ഇറങ്ങണം. നമ്മൾ ചായ കുടിച്ച് റൂമിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് മിസ്ബാഹ് വന്നു. എല്ലാവരും ഒപ്പം ഇരുന്ന് നാസ്ത കഴിച്ച് റൂമിലേക്ക് പോയി. ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഓള് റൂമിലേക്ക് വന്ന് ഡോർ അടച്ചു. എന്താ? അത് ഷിനുക്ക. എല്ലാവരും എന്നോട് ഷിനുക്കയുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഷിനുക്ക, എന്താ? ഞാൻ എന്തെങ്കിലും കാരണത്താൽ ഷിനുക്കാനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടണം. ഷിനുക്കാക്ക് എന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ പറയണം. അവിടെ ചെന്നിട്ട് അറിയിച്ചാൽ മതി. ഉമ്മാനോട് പറഞ്ഞാൽ മതി. പൊരുത്തപ്പെട്ട് ഒരുമിച്ച് പോകാൻ കഴിയുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്കറിയാം എന്നെ ഇഷ്ടമല്ല എന്ന്. മാറ്റം വരുമെന്ന് കരുതിയാ ഞാൻ നിന്നത്. ഞാൻ കാക്കുവിനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പറ്റാതായാൽ അങ്ങ് വന്നേക്കാനാണ് കാക്കു പറഞ്ഞത്. എനിക്കറിയാം ഒരുപാട് അപമാനം നേരിടേണ്ടി വന്നതാണെന്ന്. അവൾ ചെയ്ത തെറ്റിനും കൂടി ഞാൻ മാപ്പ് പറയുന്നു. ഷിനുക്കാക്ക് കൊണ്ടുപോകാൻ ഞാൻ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊണ്ടുപോകുവോ? എടുത്തു കൊണ്ടുവാ. അത് കേട്ടത് ഉമ്മക്ക് സന്തോഷമായി. വേഗം ഡോറ് തുറന്ന് കിച്ചണിലേക്ക് പോയി. ഒരു തീരുമാനത്തിലെത്താൻ എനിക്കാവുന്നില്ല. മിൻവ അവളോടുള്ള ദേഷ്യമാണ് ഞാൻ ഇവളോട് കാട്ടുന്നത്. എന്തായാലും പോകാം. ഇവിടെ നിന്നാൽ അവളോട് ഞാൻ ദേഷ്യം കാട്ടിയെന്നിരിക്കും. ചെന്നിട്ട് ഒരു തീരുമാനത്തിലെത്തണം. ഷിനുക്ക, ദാ ഇതൊക്കെ എടുത്തു വെക്ക്. ഇത് കുറേ ഉണ്ടല്ലോ. റൂമിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ ഇത് എന്താ? ഇത് കയ്യിലുള്ള കവറിലേക്ക് നോക്കി ചോദിച്ചു. അത് ഞാൻ ഇന്നലെ പോയി വാങ്ങിയതാ. ഡ്രസ്സാണ്. അതും കൂടി കൊണ്ടുപോകുവോ? പോകാൻ സമയമാവുന്നു. ഞാൻ റെഡി ആവട്ടെ. നമ്മൾ വേഗം റൂമിൽ നിന്നും പുറത്തേക്ക് പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷിനുക്ക ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് വന്നു. സത്യം പറഞ്ഞാൽ അമ്മക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ വാങ്ങിക്കൊടുത്ത ഷർട്ടും ജീൻസും ഇട്ടാണ് വന്നത്. കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു. ഷിനു എല്ലാവരുടെയും അടുത്തേക്ക് ചെന്ന് യാത്ര പറഞ്ഞു. ഒടുവിൽ മിസ്ബയുടെ അടുത്തേക്ക് വന്നു. ഇൻഷാ അല്ലാ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. നമ്മളത് പറഞ്ഞത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഓൾ നമ്മളെ ഇറുകെ കെട്ടിപ്പിടിച്ചു. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ നിന്നു. ഷിനുക്ക, പോകാതിരുന്നോടെ. നമ്മളൊരു റൂമിലല്ല കഴിയുന്നതെങ്കിലും എനിക്ക് നിങ്ങളെ എന്നും കാണാലോ. കരഞ്ഞുകൊണ്ട് ഓള് പറയുന്ന കേട്ടപ്പോൾ എന്തോ വല്ലാണ്ടായി. ഉമ്മ വന്നു അവളെ വിടുവിച്ചു. മോളെ കരയല്ലേ. ഉമ്മ ഷിനുക്കാനോട് പോണ്ടാന്ന് പറ. കരയല്ല മോളെ. ഉമ്മി, മോളെ എന്തിനെങ്ങനെ കരയുന്നത്? ഓൻ പോയിട്ട് വേഗം വരും. ഷിനുവിൻ്റെ ഉപ്പ പറഞ്ഞു. ഉപ്പ, പോണ്ടാന്ന് പറ. മോളെ എങ്ങനെ കരയല്ലേ. ഉപ്പച്ചിയുടെ മോള് വാ, നമുക്ക് എയർപോർട്ടിൽ പോകാം. വേണ്ട, ഞാൻ വരുന്നില്ല, എനിക്ക് പറ്റൂല. അവളുടെ കരച്ചിൽ കണ്ട് എല്ലാവർക്കും സങ്കടമായി. ഒരിക്കൽ കൂടി എല്ലാവരോടും യാത്ര പറഞ്ഞു അവൻ ഇറങ്ങി. രാത്രിയായപ്പോൾ എത്തിയെന്ന് പറഞ്ഞ് ഉപ്പാനെ വിളിച്ചു. അന്നു മുതൽ അവൾ ഷിനുവിൻ്റെ റൂമിൽ കിടന്നു.
എന്തോ അവൾക്ക് അവനെ വല്ലാതെ മിസ് ചെയ്തു. കാണാനും സംസാരിക്കാനും ഒക്കെ തോന്നി. ദിവസങ്ങൾ ആഴ്ചകളായി കടന്നുപോയി. ഷിനു പോയിട്ട് 1 മാസം കഴിഞ്ഞു. വീട്ടിലേക്ക് ഉമ്മാനെയും ഉപ്പാനെയും വിളിക്കും എന്നല്ലാതെ അവളെ വിളിക്കാറില്ല. ഉമ്മ, എന്താ മോളെ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ, പറ. അത് ഉമ്മ. ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഉമ്മ? മോളെന്താ പറയുന്നത്? ഉമ്മ, 1 മാസം കഴിഞ്ഞില്ലേ ഷിനുക്ക പോയിട്ട്? ഇതുവരെ എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. എത്രയെന്ന് വെച്ചാ ഉമ്മ ഞാനിങ്ങനെ? മോളെ, ഉമ്മ അവനോട് പറയുന്നുണ്ട്, ആരും പറയണ്ട, ആരും പറഞ്ഞ് എനിക്കിഷ്ടം വാങ്ങി തരേണ്ട. മോളെ, എന്താ? സംസാരത്തിനിടയിലേക്ക് ഉപ്പ വന്നു. ഉപ്പ, ഞാൻ ഇങ്ങനെ എത്ര നാൾ നിൽക്കും? മോളെ, എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും നിസ്സഹായരാണ്. എന്നെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുമുണ്ട്. എല്ലാം എനിക്കറിയാം. അത് മാത്രം പോരല്ലോ, ഷിനുക്കയുടെ ഭാര്യ എന്നതിൽ ഒരു അർത്ഥം വേണ്ടേ? ഷിനുക്ക എന്നെ അങ്ങനെ കാണുന്നില്ല, ഇനി അങ്ങനെ കാണുമെന്ന് തോന്നുന്നുമില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഷിനുക്ക എന്നെ വിളിക്കില്ല. വിളിക്കുമ്പോൾ നിങ്ങൾ കാര്യം പറഞ്ഞാൽ മതി. അവിടെ നിന്നുകൊണ്ട് തന്നെ ഷിനുക്കാക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാലോ. മോളെ, ഉപ്പയും ഉമ്മയും വിഷമിക്കേണ്ട. എപ്പോൾ വേണമെങ്കിലും എന്നെ കാണാൻ വരാം. ഞാൻ ഇങ്ങനെ ഇവിടെ തുടരുന്നതിൽ ഒരു കാര്യവുമില്ല. അതാണ്. എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കണം. ഷിനുക്ക ഡിവോഴ്സ് ആവശ്യപ്പെട്ടാൽ സമ്മതമാണെന്ന് അറിയിച്ചേക്ക്. എവിടെ ആണേലും ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞേക്ക്. ഷിനുക്കാക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട നല്ലൊരു ഇണയെ കിട്ടാൻ ഞാനും ദുആ ചെയ്യാം. എനിക്ക് പഠിപ്പ് കംപ്ലീറ്റ് ആക്കി ഒരു ജോലി വാങ്ങണം. ഇനി അത് മാത്രമാണ് ലക്ഷ്യം. മറ്റൊരു വിവാഹം എനിക്ക് ഉണ്ടാകില്ല. ഇങ്ങനെ ഒന്ന് നടക്കണമെന്നത് എൻ്റെ വിധിയായിരിക്കാം. എനിക്കതിൽ സങ്കടമില്ല. നിങ്ങളും സങ്കടപ്പെടരുത്. എന്നും സന്തോഷമായിരിക്കണം. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന നല്ല ഒരു മരുമകളെ തന്നെ കിട്ടട്ടെ. പിന്നെ ഉടനെ വീട്ടിൽ ഞാൻ കാര്യം പറയുന്നില്ല. നാളെ കാക്കൂന് പെണ്ണ് കാണാൻ പോകുവാണ്. ഏതായാലും കല്യാണം വേഗം ഉണ്ടാകും. അതൊക്കെ കഴിയട്ടെ, എന്നിട്ട് വീട്ടിൽ പറയാം. മോളെ, എന്തൊക്കെയായി പറയുന്നത്? ഉപ്പ, ഇതാണ് ശരി. ഷിനുക്കാടെ സന്തോഷം കളഞ്ഞിട്ട് എനിക്ക് എന്ത് നേട്ടം? മോളെ, അവനോട് സംസാരിക്കാം. ഉപ്പ സംസാരിച്ചു. 1 മാസം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് ചോദിക്കുക പോലും ചെയ്തിട്ടില്ലല്ലോ. കാക്കൂനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊണ്ടുപോകാൻ. നാളെ ഉമ്മയും ഉപ്പയും രാവിലെ തന്നെ അങ്ങോട്ട് വായോട്ടോ. പെണ്ണ് കാണാൻ പോകേണ്ടതല്ലേ? മോളെ, ഞങ്ങൾ വരാം. കാക്കു വന്നെന്ന് തോന്നുന്നു. കാറിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അവൾ റൂമിലേക്ക് പോയി പാക്ക് ചെയ്ത് വെച്ച 3 ബാഗ് എടുത്തു വന്നു. അപ്പോഴേക്കും കാക്കു അകത്തേക്ക് കയറി വന്നു. എന്താടി ഇത്, കുറേ ബാഗുണ്ടല്ലോ. കാക്കു, ഇരിക്കുക. ഇല്ല, ഇരിക്കണില്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഇരിക്കും മോനെ. ജ്യൂസുമായി അപ്പോഴേക്കും ഉമ്മ വന്നു. അവൻ ജ്യൂസ് വാങ്ങി കുടിച്ചു. മിസ്സു, പോകാം? കാക്കു, ഞാൻ റെഡിയാണ്. അവൾ ഉപ്പാടിയും ഉമ്മാടിയും അടുത്തേക്ക് ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു. മോളെ, കരയാതെ പോയി വാ. ഞാൻ പോട്ടെ എന്നാല്? മോളെ, പോയിട്ട് വരാമെന്ന് പറ. ഇനി ഒരു തിരിച്ചുവരവ് അതുണ്ടാവില്ല. ഷിനുക്ക വിളിക്കുമ്പോൾ പറഞ്ഞേക്ക്, ഞാൻ എന്ന ശല്യം ഇവിടെ നിന്ന് പോയെന്ന്. ഇറങ്ങട്ടെ ഉമ്മ, ഉപ്പ? അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി ബാഗുമായി. കാക്കു പിറകെയും. അവർ അവിടെ നിന്നും വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഷിനുവിൻ്റെ ഉമ്മയും ഉപ്പയും എത്തി. കുറച്ചു സമയത്തിന് ശേഷം എല്ലാവരും കൂടി മിസ്ബാഹിൻ്റെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ പോയി. അവിടെ ചെന്നു കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എല്ലാവർക്കും സമ്മതമാണെന്ന് അറിയിച്ചു. 6 മാസം കഴിഞ്ഞു കല്യാണം നടത്താമെന്ന് എല്ലാവരും പറഞ്ഞു. എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞു. അവൾ പിറ്റേ ദിവസം മുതൽ കോളേജിൽ പോകാൻ തുടങ്ങി. ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ്. സെക്കൻഡ് ഇയർ എക്സാം കഴിഞ്ഞപ്പോൾ ആയിരുന്നു കല്യാണം. കുറച്ച് ക്ലാസ് പോയി, എന്നാലും പഠിച്ചു തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി കടന്നുപോയി. നാളെ മിസ്ബാഹിൻ്റെ കല്യാണമാണ്. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമ്മുടെ കഥയ്ക്ക് ഒരു പാർട്ട് കൂടിയേ ഉള്ളൂ. അത് ഞാൻ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം. അസ്സലാമു അലൈക്കും.